തടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും 15 വാർഡുകളിലും രാഷ്ട്രീയ ഭേദമന്യേ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഡിവിഷൻ മെമ്പർ വന്നതിന് ശേഷം ഒരു വാർഡിലും അതിന് യാതൊരു കുറവുമില്ലാത്ത രീതിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടയ്ക്കോട് വാർഡിലാണ് ഏകദേശം 1,10,00,000 രൂപയ്ക്ക് ഒരു വലിയ കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കുകയും അത് ഏറ്റെടുക്കാനുണ്ടായ അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ കോളനിയിൽ വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൈ കഴുകാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളം കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടുത്തെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നേരിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അപ്പോഴും തന്നെ പറയുകയും ചെയ്തു, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എന്തായാലും നമുക്ക് പരിഹരിക്കണം, അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് പറയുകയും പറച്ചിലൊരു വാക്കിലൊതുക്കാതെ ആ 1,10,00,000 രൂപ അനുവദിച്ചുകൊണ്ട് ഏകദേശം 10 വാർഡിലെ കുടിവെള്ള പ്രശ്നമാണ് ജില്ലാ പഞ്ചായത്ത് വഴി അദ്ദേഹം പരിഹരിച്ചത്. അതിനെ തുടർന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ വരണ്ട കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ലഭ്യമല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിദത്തമായ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജടായു പാറയുടെ സമീപം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവാസികൾ ദീർഘകാലം അനുഭവിച്ച പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രയാസമാണ് അവർ അനുഭവിച്ചത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള 1, 2, 3 മേഖലകളാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇതിനു മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2000-ൽ എളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ സമയത്തൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്ന വിവിധ കോളനി മേഖലകളുണ്ടെങ്കിലും ഉയർന്ന പ്രദേശമുണ്ടെങ്കിലും ഇപ്പോൾ അവിടെയൊന്നും അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള 1, 2, 3 പ്രദേശങ്ങളുണ്ടല്ലോ, അതിന് പരിഹാരം കാണുവാനുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഈ പൈപ്പിൽ നിന്നൊരു സാധാരണ പൈപ്പ് വലിച്ച് ഈ വെള്ളം കൊടുത്താൽ ഇതൊരിക്കലും അതായത് പ്രായോഗികമാകത്തില്ല. കാരണം ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നതല്ലാതെ, ഉയർന്ന പ്രദേശത്തേക്ക് അതിന്റെ സമ്മർദ്ദം വരുമ്പോൾ ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നതല്ലാതെ ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുക എന്നുള്ളത് സാധ്യമാകുക പ്രയാസമാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവിടെ നമ്മളൊരു പാറയുടെ മുകളിൽ, റവന്യൂ ഭൂമിയാണ്, റവന്യൂ അധികൃതരുടെ കയ്യിൽ നിന്ന് അന്നിരുന്ന അഫ്സാന പർവീൺ എന്ന് പറഞ്ഞ കളക്ടറോട് ഞാൻ നേരിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ കാര്യം, റവന്യൂവിന്റെ അധികാരത്തിലുള്ളതാണ് ഈ പാറയും അതുപോലെയുള്ള ഭൂമികളുമല്ല. അപ്പൊ ആ ഭൂമിയുടെ അവകാശം നമുക്ക് വിട്ടുതന്നുകൊണ്ട്, അവിടെ ടാങ്ക് നിർമ്മിക്കുവാൻ വിട്ടുതന്നുകൊണ്ട്, അവിടെ വലിയൊരു ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ആ വെള്ളം അവിടെ എത്തിച്ചാണ് കറ്റൂട്ടിൽ കോളനിക്ക് അവിടെ 1 കോടി ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ കറ്റൂട്ടിൽ കോളനി സാധ്യമാക്കിയത്. ആ കറ്റൂട്ടിലെ വാർഡ് മെമ്പർ എന്നുള്ള കാര്യത്തിൽ JB ബിന്ദുവിന്റെ പരിശ്രമത്തെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. രാജേന്ദ്രന്റെ സഹായത്തെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിലവിലുള്ള പ്രസിഡന്റും അതുപോലെ തന്നെ സലീന മെമ്പർ എല്ലാവരും, എല്ലാ ജനപ്രതിനിധികളും വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് ആ കാര്യം യഥാർത്ഥത്തിൽ നമ്മളുമായി സഹായിച്ചത്. ഒരു പേര് കൂടി, നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയൻ, അവിടെ വാഹനത്തിൽ അയാളുടെ ഒരു കാല് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല, അപ്പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. അജയൻ യഥാർത്ഥത്തിൽ നിരന്തരമായി ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ പരിശ്രമിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. കാര്യം ഇതിന് പണം കൊടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാര്യങ്ങൾ ചെയ്യണം എന്ന് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ട ആളാണ്. പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ ഈ ഇത്തിക്കരയാറിൽ നമ്മുടെ തെരുവുഭാഗം വാർഡിൽ 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തടയണ നിർമ്മിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 1.5 കോടി രൂപയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ചടയമംഗലത്തെ ഈ പദ്ധതി പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം കിട്ടണമെങ്കിൽ ഇത്തിക്കരയാറിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളമെല്ലാം ഒഴുകി താഴോട്ട് പോയാൽ
ഒരു കാരണവശാലും ഉണക്ക് വരുമ്പോൾ നമുക്ക് വെള്ളം കിട്ടത്തില്ല. ആ വെള്ളം കിട്ടണമെങ്കിൽ തടയണ ഉണ്ടാവണം. തടയണ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം തടഞ്ഞു നിർത്തി നമ്മുടെ പമ്പ് ഹൗസിൽ ആവശ്യമായ പമ്പ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കിട്ടത്തുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള പണം കൂടി കണ്ടെത്തി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 3 കോടിയിലധികം രൂപ ഈ ചടയമംഗലം പഞ്ചായത്തിൽ മാത്രം ഈ 4 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട്.